ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കുപ്പൈമീനയുടെ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു സോപ്പ് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുപ്പൈമീൻ അതെന്താണ്, അതുപോലെ തന്നെ നല്ല കളറിലാണത് കിട്ടിയിരിക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരിക്കുന്നത്, എവിടെ കെട്ടും ഇതിൻ്റെ ലീഫ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കുപ്പൈമീൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൂടുതലായിട്ടും തമിഴ്നാട് ആ ഒരു ഏരിയയിലേക്കാണ് ഈ ഒരു സോപ്പിന് കൂടുതൽ ആൾക്കാരൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതും അതുപോലെ ഇതിൻ്റെ pH കാര്യങ്ങൾ, സോപ്പിൻ്റെ പത, ഇതെല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുപ്പൈമീനയുടെ ആ ഒരു ഇല ഞാനിവിടെ പൊട്ടിച്ച് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ടു കഴിഞ്ഞ് പെട്ടെന്ന് തോന്നുന്നത് കൃഷ്ണ തുളസി ഉണ്ടല്ലോ, അതാണ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞ് തോന്നുന്നത്. ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ളതും കായ്കൾ വെള്ള നിറത്തിലുമാണ് കേട്ടോ. കായ്കളിൽ അനേകം ചെറിയ ചെറിയ വിത്തുകളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇല ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വാരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുപ്പൈമീനയിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസ് വന്നതിനുള്ള പാടുകൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റാഷസ്, അലർജീസ്, സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഈ റിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഇതൊക്കെ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് കുപ്പൈമീൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കറ്റാർ വാഴ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ തണ്ട് കറ്റാർ വാഴയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ചെറിയ മുള്ളു പോലുള്ള ഭാഗമെല്ലാം നീക്കം ചെയ്തിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കഴുകി നന്നായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കുപ്പൈമീൻ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് കുപ്പൈമീൻ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഇട്ട് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര ആര്യവേപ്പിൻ്റെ ഇല കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ഒരു ജെല്ലുണ്ടല്ലോ, അതും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അഥവാ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ DM വാട്ടറോ എന്തെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അരിപ്പയിലോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിലോ അരിച്ചിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഈ കാണുന്നത്. ആ ഒരു ജ്യൂസിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നല്ല ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ എടുക്കുന്ന ആ ഒരു ബേസിൻ്റെ അളവിനനുസരിച്ചുള്ള മെഷർമെൻറ്റാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം ബേസിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. 50 ഗ്രാമിൻ്റെ സോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ച് ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കുപ്പൈമീനയുടെ ജ്യൂസാണ് ചേർക്കുന്നത്. ഒരു 12 ml അടുത്ത് കുപ്പൈമീൻ ജ്യൂസ് ചേർക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് ചേർക്കുന്ന അളവിലും വ്യത്യാസം വരുത്താവുന്നതാണ്. പിന്നെ വെജ് ഗ്ലിസറിനാണ് ചേർക്കുന്നത്. 1 ml വെജ് ഗ്ലിസറിനും ചേർക്കുന്നുണ്ട്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ്. ഗ്ലിസറിൻ ബേസ് ആണെങ്കിൽ കൂടി ഞാൻ എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഗ്ലിസറിൻ ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3-4 ഡ്രോപ്സിൻ്റെ അടുത്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ആൽമണ്ട് ഓയിലും ചേർത്തിട്ടുണ്ട് 1 ml അടുത്ത്. അങ്ങനെ ടോട്ടൽ 15 ml ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ലൂസായിട്ടാണ് ആ ഒരു ജ്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആര്യവേപ്പിൻ്റെ ഒക്കെ ജ്യൂസൊക്കെ എടുക്കുമ്പോൾ നല്ല തിക്കായിട്ടല്ല ഇരിക്കുന്നത്, പക്ഷേ നല്ല ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ജ്യൂസ് അവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള ബേസിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ വെയ്റ്റ് മെഷീൻ എടുത്ത് വെച്ചൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ്. അതൊരു ഏകദേശം നമ്മൾ ഒരു 306 ഗ്രാമിൻ്റെ അടുത്ത് ആ ഒരു ഗ്ലിസറിൻ്റെ ബേസ് എടുക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുള്ളതാണ്, ചേച്ചി ഞങ്ങളിങ്ങനെ ബേസ് മേടിച്ചിട്ട് ബേസിന് പതയില്ല, എന്താണ് കാരണം? ബേസിൻ്റെ പ്രോബ്ലം ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ നോക്കി മേടിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പതയില്ലാത്ത സോപ്പൊക്കെ ആണെങ്കിൽ എല്ലാവരും കുറ്റം പറയുമല്ലോ. അപ്പോൾ നമ്മൾ എന്തൊരു സാധനം മേടിക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മേടിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു 306 ഗ്രാം ഗ്ലിസറിൻ്റെ ബേസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബേസ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മളിവിടെ മോൾഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ഡോണറ്റിൻ്റെ മോൾഡാണ്. 50 ഗ്രാമിൻ്റെ മോൾഡാട്ടോ. 50 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 50, 55, 60 കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ ബേസ് ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കുപ്പമീനയുടെ ജ്യൂസ്, ആര്യവേപ്പ്, കറ്റാർവാഴ, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ, ഗ്ലിസറിൻ, ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു കളറിലാണ് കേട്ടോ, ലൈറ്റ് ഒരു ഗ്രീൻ കളറിലാണ് നമ്മുടെ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വാങ്ങി വെക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിലുകൾ, കളറുകൾ അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇലഞ്ഞിയുടെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് ഈ ഒരു ഇലഞ്ഞിക്ക്. അപ്പോൾ ഏത് ഫ്രാഗ്രൻസ് ഇതിനോട് യോജിക്കുന്ന ഫ്രാഗ്രൻസ് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇലഞ്ഞിയുടെ ആണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഫ്രാഗ്രൻസുകളെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ കളർ വേറെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ആ ഒരു ജ്യൂസിൻ്റെ കളർ എന്താണോ അതാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓരോ മോൾഡിലോട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഗ്രാം നമുക്കിപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മെഷർമെൻറ്റ് നോക്കുമ്പോൾ കാണാം കേട്ടോ എത്രയാണ് കിട്ടിയേക്കണമെന്നൊക്കെ ഉള്ളത്. ഈ ഒരു സോപ്പ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു സാറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സോപ്പുകളാണ് റീസെല്ല് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സോപ്പുകളുടെ ലിസ്റ്റൊക്കെ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കുപ്പിമീനയുടെ സോപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ നമ്മളത് അന്നേരം ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ സെർച്ചിങ്ങൊക്കെ ആയി എന്താണ് കുപ്പമീനി, ഇതെവിടെ കിട്ടും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് ഇതിൻ്റെ പൗഡർ മേടിക്കാൻ കിട്ടും. കൂടുതലും ജ്യൂസ് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ല എഫക്റ്റീവ് ആകുന്നത്. ആ ഒരു സാറ് ചോദിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ കുപ്പമീൻ എവിടെ കിട്ടും, എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഫൈനലി നമുക്ക് അതിൻ്റെ ആ ഒരു ചെടി കിട്ടി. അങ്ങനെ അതും വെച്ച് ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. പല സ്ഥലത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. തമിഴിൽ ഇതിന് കുപ്പമീൻ എന്നറിയപ്പെടും, തെലുങ്കിൽ ഇതിന് കുപ്പി സെട്ടു എന്നറിയപ്പെടും. അങ്ങനെ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് പൂച്ചമൈക്കി എന്നും പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ ഷേപ്പിലും നമ്മുടെ ഒരു ബേസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വരുന്ന പത ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്, അല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ വെച്ച് മാറ്റാവുന്നതാണ് കേട്ടോ. ഇനി ഏകദേശം ഒരു 1-2 മണിക്കൂറൊക്കെ ഇത് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. സെറ്റ് ആയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സോപ്പുകളും അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയൊക്കെ കിട്ടിയേക്കണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മോഡൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആകാംക്ഷയുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സോപ്പും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാട്ടെ നമുക്ക്. അപ്പോൾ ഈ ഒരു കുപ്പമീനയുടെ ചെടി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത്. സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വേദനയ്ക്കൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കുപ്പമീൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ സോപ്പ് നമ്മളിവിടെ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറിലാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ, ലെമൺ യെല്ലോ അങ്ങനത്തെ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കുപ്പമീനയുടെ ചെടി ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, ചെയ്ത് നോക്കിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എല്ലാ സോപ്പുകളും ഇവിടെ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കാണാനായിട്ട് നല്ല അസലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ വേറെ പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ അറേഞ്ചൊക്കെ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓരോ സോപ്പും എത്ര ഗ്രാമിലാണ് കിട്ടിയേക്കണമെന്ന് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വെയ്റ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ സോപ്പ് വെക്കുകയാണ് കേട്ടോ. ആദ്യത്തെ സോപ്പ് ഒരു 52 ഗ്രാമിൻ്റെ അടുത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേത് ഒരു 49 ഗ്രാമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഒരു 54 ഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ 50 ഗ്രാമിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ മേടിച്ചാലും ചിലപ്പോൾ നമ്മൾ ഒഴിച്ചു വരുമ്പോൾ 50, 55, 56 അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഓരോ സോപ്പും 50 ഗ്രാമും 50 ഗ്രാമിൽ കൂടുതലും ഒക്കെ കിട്ടിയ സോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ pH നോക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ pH സ്ട്രിപ്സ് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 100 സംതിങ് രൂപയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് മേടിച്ചതായിരുന്നു. പിന്നെ നമ്മുടെ സോപ്പിലോട്ട് കുറച്ച് വെള്ളം ഇറ്റിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു pHൻ്റെ സ്ട്രിപ്സുകളും കൂടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെച്ച പാടെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് നമ്മുടെ ആ ഒരു സ്ട്രിപ്പിൻ്റെ കളറ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഉണങ്ങി കഴിയുമ്പോഴേക്കും കളറിൽ വീണ്ടും ഒരു ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന pH
ബുക്കിൽ നോക്കാം ഏത് കളറാണ് നമുക്ക് കിട്ടിയേക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം മാച്ച് ആവുന്ന കളർ എന്ന് പറയുന്നത് 8നോടാണ് കേട്ടോ ഏകദേശം ഒരു മാച്ചിങ് വരുന്നത്. ഉണങ്ങി വരുമ്പോഴേക്കും വീണ്ടും കളറിൽ ചേഞ്ച് വരും. ഇപ്പോൾ കളർ ഏകദേശം ഒരു 8ൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ചേച്ചി ഞങ്ങളിങ്ങനെ ഓൺലൈനായിട്ട് ബേസൊക്കെ മേടിച്ച് ബേസിന് പതയില്ല എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത്. അത് നമ്മളെടുക്കുന്ന ബേസിൻ്റെ പ്രോബ്ലം ആണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ പതയും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ കണ്ടോളൂ കേട്ടോ. വളരെ കുറച്ച് മാത്രമാണ് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല പതയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ pH നോക്കി പിന്നെ പത നോക്കി ഇനി അടുത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സോപ്പൊക്കെ കവർ ചെയ്ത് വെക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മളെപ്പോഴും അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലെ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ കവർ ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചത് ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് രീതിയിലാണ് പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു പാക്കിംഗ് കവറിലോട്ടാണ് മാറ്റാനായിട്ട് പോകുന്നത്. ഇപ്പോൾ തുടക്കമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബോക്സ് ഒന്നും മേടിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലത്തെ കവറിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് കവറിലോ അല്ലെങ്കിൽ സെല്ലഫോൻ ഷീറ്റൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിലൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബിഗിനറായിട്ടുള്ള കൂട്ടുകാർക്ക്. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഒരു സോപ്പ് മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന്. അത് നമ്മൾ കൈ കഴുകാനെടുത്താണ്. ബാക്കിയുള്ള എല്ലാ സോപ്പുകളും ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കലാണ്. സ്റ്റിക്കറിൽ അതിൻ്റെ വെയിറ്റും റേറ്റും കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഫൈനൽ സ്റ്റെപ്പാണ് കേട്ടോ ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു പാക്കിങ്ങിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുപ്പിമീനയുടെ സോപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു സോപ്പിനുള്ളത്. അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്, DTDC വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുപ്പിമീനി സോപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.